ഇവിടെ ഒരു കാര്യം സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അനുമോൾക്ക് 2 എപ്പിസോഡിലായി കൂടിയിരിക്കുന്നത് 21 മാർക്കാണ്. ഇപ്പോൾ ഒരു വീക്കിൽ മാക്സിമം 10 മാർക്ക് കൊടുത്താൽ പോലും 2 വീക്കിൽ 20 മാർക്കേ വരുള്ളൂ. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്നത് 21 മാർക്കാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കോമഡി കുക്കിംഗ് പ്രോഗ്രാമായ കോമഡി കുക്സിനെ കുറിച്ച് ചില വിമർശനങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ പക്ഷപാതപരമായി ചിലരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചിലരെ മനഃപൂർവ്വം എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള തോന്നലുമായിട്ട് ബന്ധപ്പെട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണെങ്കിലോ, ശരിക്കും അങ്ങനെയല്ലെങ്കിലോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് വ്യക്തമായ തെളിവും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു തെളിവ് കണ്ടെത്താൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഈ വീക്ക്, അതായത് ഇന്ന് നടക്കുന്ന എലിമിനേഷൻ ഞെട്ടിക്കുന്നൊരു എലിമിനേഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി എലിമിനേറ്റ് ആകുകയും നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തി അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. എന്തായാലും ഇതിനകത്തൊരു സംശയം ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിന് നമ്മൾ പുറകോട്ട് പോകണം. അതായത് ഫസ്റ്റ് ചാനൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു സ്കോർ ബോർഡ് പുറത്ത് വിട്ടൊരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സ്കോർ അനുസരിച്ചിട്ട് അൻസിബ ഏറ്റവും പുറകിൽ, അതായത് 85.5 മാർക്കായിരുന്നു അൻസിബയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് എലിമിനേഷൻ നടത്തുന്നില്ല, അതായത് അൻസിബയ്ക്ക് എലിമിനേറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം 2 വീക്കാണ് പിന്നീട് ഷോ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് പിന്നീട് 2 വീക്ക് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എലിമിനേഷൻ നടത്തിയത്. അപ്പോൾ അന്ന് എലിമിനേഷൻ നടത്തുന്ന സമയത്ത് ഉള്ള സ്കോർ ബോർഡ് എന്ന് പറഞ്ഞാൽ അൻസിബയുടെ മാർക്ക് എന്ന് പറയുന്നത് 103.5, സന്ധ്യാമ്മയുടെ മാർക്ക് എന്ന് പറയുന്നത് 102.5. അപ്പോൾ അങ്ങനെ ഏറ്റവും ലോ സ്കോറിംഗ് ആയ സന്ധ്യാമ്മയെ ആ ഷോയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ സ്കോർ ബോർഡ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കണം. അതായത് പഴയ സ്കോർ ബോർഡും പിന്നീട് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സ്കോർ ബോർഡും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പം, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് ആദ്യത്തെ സ്കോറും റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് 2 വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യാമ്മയെ എലിമിനേറ്റ് ചെയ്ത അന്നത്തെ സ്കോറുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ഈ 2 വീക്കിൽ കൂടിയ മാർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മഹിക്കാണെങ്കിൽ കൂടിയത് 16.5, സാബുമോൻ 17.5, ജിയോ ജോസഫ് 14, സുചിത്ര 17, അനുമോൾ 21, അൻസിബ 18, സന്ധ്യാമ്മ 16.5. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു വീക്കിൽ 10 മാർക്ക് ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ 2 വീക്കിൽ കൂടാൻ മാക്സിമം കൂടുന്നത് 20 ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് നമ്മൾ അനുമോളുടെ സ്കോർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2 വീക്കിലായിട്ട് അനുമോൾക്ക് കൂടിയിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 21. അതെങ്ങനെ വന്നു എന്നുള്ളത് ഒന്നാമത്തെ ഡൗട്ട്. പിന്നെ അത് പോട്ടെ, ഇവരെത്ര 10ലാണോ മാർക്ക് കൊടുക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് അതൊരു സംശയമായിട്ട് അവിടെ നിൽക്കട്ടെ, അത് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഇതിനകത്ത് വേറെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജിയോ ജോസഫിൻ്റെ മാർക്കാണ്. ജിയോ ജോസഫിന് ഈ ഒരു 2 വീക്കിൽ കൂടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ 14 മാത്രമാണ്. അതായത് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ 3 ഔട്ട്സ്റ്റാൻഡിങ് കുക്കിനെ വന്നപ്പോൾ അതിൽ ഒരാളായിരുന്നു ജിയോ. നമ്മൾ കുക്ക് ഓഫ് ദ വീക്ക് സെലക്ട് ചെയ്യുന്നത് ഈ ഔട്ട്സ്റ്റാൻഡിങ് ആയ 3 പെർഫോമറെ വിളിച്ചു വരുത്തി അതിനുശേഷം അതിനകത്തുനിന്നാണല്ലോ ഒരു കുക്ക് ഓഫ് ദ വീക്കിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് വീക്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നടത്തിയ 3 പേരിൽ ഒരാൾ ജിയോ ജോസഫ് ആയിരുന്നു. അതിനകത്ത് സുചിത്ര കുക്ക് ഓഫ് ദ വീക്കുമായി. പിന്നീട് വന്ന അടുത്ത 2ാമത്തെ വീക്കിലാണെങ്കിലും ജിയോ ജോസഫ് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ജിയോയുടെ പിന്നെ റെസിപ്പി പോലും നമ്മുടെ ഷെഫ് നാളൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 എപ്പിസോഡിലും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ജിയോ ജോസഫിന് കൂടിയത് വെറും 14 മാർക്ക്. പിന്നെ അധികം എന്താ പറയുക, ആ ഒരു ഫസ്റ്റ് വീക്കിൽ ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിൻ്റെ 7 അയലത്ത് പോലും ഇല്ലാതിരുന്ന അൻസിബയ്ക്കും ഒക്കെ കൂടിയിരിക്കുന്നത് 18, അനുമോൾക്ക് 21. അനുമോൾക്ക് 2ാമത്തെ വീക്കിൽ കുക്ക് ഓഫ് ദ വീക്കായിരുന്നു അനുമോൾ. എന്നാലും പോട്ടെ, 10 മാർക്ക് കൊടുക്കാം. തൊട്ട് മുന്നിലത്തെ വീക്കിലോ ഈ പറഞ്ഞ ഈ 3 പേരിലുണ്ടായിരുന്നില്ല അനുമോൾ. എന്നിട്ട് 21 മാർക്കാണ് അനുമോൾക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ജിയോ ജോസഫിൻ്റെ ഈ ഒരു മാർക്കിലും ഭയങ്കര സംശയം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇത് എന്തിൻ്റെ ബേസിലാണ് ഈ മാർക്ക്, ഇത് 10 ഒരു വീക്കിൽ കൊടുക്കുന്നതെന്ന് പോലും അറിയില്ല. എങ്ങനെയാണെങ്കിലും ഈ ഒരു മാർക്കിംഗ് സിസ്റ്റത്തിൽ വൻ ക്രമക്കേട് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒന്നും നോക്കാതെ വെറുതെ മാർക്ക് അടിച്ച് വിടുന്ന പോലെയാണ് തോന്നുന്നത്. ഒരാൾക്ക് ടോപ്പിൽ ഒരു മാർക്ക് ഇടും, അതിൻ്റെ താഴെ കുറച്ച് അങ്ങനെ മാർക്ക് ഇടുന്നതായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ ഇതിനകത്ത് എന്ന് പറയാം അന്നേരം ഒരു ലോജിക്കും തോന്നുന്നില്ല. നമ്മുടെ എപ്പിസോഡും ഈ ഒരു മാർക്കും തമ്മിൽ ഒരു ലോജിക്കും ഇല്ല. പിന്നെ ഇതിനകത്തുള്ള ഈ ഒരു പരിപാടിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ എലിമിനേഷൻ കഴിയുമ്പോഴും എന്താ പറയുക, ആ ഒരു മാർക്ക് പിന്നെ അതിനകത്ത് കൂട്ടുന്നേ ഇല്ല. പിന്നെ 0 എന്നുള്ള പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഒരു എലിമിനേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പെർഫോമൻസ് അപ്പാടെ തള്ളിക്കളയുന്ന രീതിയിലാണ്. പിന്നെ അടുത്ത ഒരു വീക്കിലോ അല്ല 2 വീക്കിലോ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് മാർക്കും മുന്നോട്ടുള്ള പോക്കൊക്കെ. അതൊക്കെ ഭയങ്കര എന്താ പറയുക, അതൊന്നും ഒരു നല്ല രീതിയിലുള്ള പോക്കാന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് മണ്ണാങ്കട്ട എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ തുടക്കം മുതൽ ഈ ഒരു വീക്ക് വരെ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിൻ്റെ മാർക്ക് വെച്ചിട്ട് വേണം നമ്മൾ തൊട്ടടുത്ത ലെവലിലോട്ട് പോകാൻ. അല്ലാതെ ഈ ഒരു 2 ആഴ്ച എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വെച്ചിട്ട് മാത്രം ഒരാളെ വിലയിരുത്തി അയാളെ ഔട്ടാക്കുന്നതും ഒരാളെ നിലനിർത്തുന്നതും ഒട്ടും ശരിയായ കാര്യമല്ല. അതാണ് ഇപ്പം ഈ ഒരു ചാനൽ ഈ ഒരു ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും ഡിസേർവിങ് അല്ലാതെ ആൾ അവിടെ നിൽക്കുമ്പോൾ പെർഫോം ചെയ്ത ആൾ പുറത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ശരിക്കും ഈ പുതിയ മറ്റേ സിനിമയുണ്ടല്ലോ മോളിവുഡ് ടൈംസ്, അതിനകത്ത് പറഞ്ഞ പോലെ അതിനകത്ത് ആ ഒരു ഷോർട്ട് ഫിലിം സെലക്ഷനിൽ നസ്ലിൻ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.